അസ്സലാമു അലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4.2 സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന 2 നില ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ 3 ഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട്. ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്, മഞ്ചേരി ടൗണിൽ. ഇതിൻ്റെ മുകൾ ഭാഗം നിലവിൽ റെൻറ്റിന് കൊടുത്തതാണ്. അടിയിൽ ഇതിൻ്റെ ഹൗസ് ഓണറിന് താമസിക്കുന്നത്. ഇനി മൊത്തത്തിൽ ആരെങ്കിലും ഇത് വാങ്ങിച്ചിട്ട് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിലേക്കുള്ള വഴിയാണിത്. വെള്ള സൗകര്യമുണ്ട്. അടിഭാഗത്തെ 2 ബെഡ്റൂം, ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂം, കിച്ചൺ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട്, അങ്ങനെ അത്യാവശ്യം അടിഭാഗത്ത് നല്ല സൗകര്യമുണ്ട്. മുകൾ ഭാഗത്തും സെയിം 2 ബെഡ്റൂം വരുന്നുണ്ട്, ഒരു സിറ്റ് ഔട്ട്, ഹാള്, കിച്ചൺ. സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. ഇത് കണ്ട് ഈ വൈറ്റ് ഇതൊക്കെ കാണുന്നത് നിരവധി കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഓഫീസുകളുണ്ട്, ഗോഡൗണുകളുണ്ട്, ബിൽഡിങ്ങുകൾ. അങ്ങനെ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. മഞ്ചേരി ടൗണിലാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വീടിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാം. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ്. റൂമുകളൊക്കെ ആവറേജ് അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് 2x2 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ്, മാർബോണേറ്റഡ് ടൈല് വെച്ചിട്ടാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഷോക്കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഓൾറെഡി മുകൾ ഭാഗം റെൻറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിഭാഗത്ത് താമസിക്കുന്നതിൻ്റെ ഹൗസ് ഓണർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റെയർ, മുകൾ ഭാഗത്തേക്കുള്ള സ്റ്റെയർ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് നിലവിൽ. ഇനി ആർക്കെങ്കിലും ഒന്നിച്ചത് താമസിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരുമിച്ച് റെൻറ്റിന് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മുകൾ ഭാഗം ഓപ്പൺ ആക്കിയാൽ മതി. മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്കാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂം ഉണ്ട്, സൂപ്പറായിട്ട് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള, യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ബാത്റൂം. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമൊക്കെ ആവറേജ് നല്ല സൈസ് വരുന്നുണ്ട്. 2 കട്ടിലൊക്കെ ആയിട്ടുള്ളത് സൈസ് ഉണ്ട്, റൂമുകളൊക്കെ സൈസ് ഉണ്ട്. മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ചെറിയ രീതിയിൽ അലമാരിയൊക്കെ റെഡിമെയ്ഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മറ്റൊരു ബെഡ്റൂം അടിഭാഗത്ത്. ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സെയിം രീതിയിൽ തന്നെ ചുമരിൽ അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് റാക്ക് ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. വലിയ രീതിയിലുള്ള ബാത്റൂമാണ് കേട്ടോ. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. എൽ ഷേപ്പിലുള്ള സ്ലാബൊക്കെ വാർത്തിട്ടുണ്ട്, ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. മുകൾ ഭാഗം റാക്ക് ഉണ്ട്. ഇവിടെ കിച്ചൺ സിങ്ക്, ഇവിടെ ചുമരിൽ ക്രോക്കറി ഷെൽഫുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് ചാരി വർക്ക് ഏരിയ നല്ല രീതിയിൽ വലിയ രീതിയിലുള്ള വർക്ക് ഏരിയയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം വാർപ്പന്നെയാണ്, ഷീറ്റ് ഇട്ടതൊന്നുമല്ല. ഇതിൻ്റെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്, വർക്ക് ഏരിയയുടെ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാറ്റ് ടൈലാണ്, ഗ്രിപ്പുള്ള ടൈലാണ്. ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു ഒരു സ്പേസ്, ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. ഇവിടെ സ്റ്റോർ റൂം രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ വേറൊരു ഏരിയ ഉണ്ട്. ഈ വീടിൻ്റെ മുകൾ ഭാഗം വേറൊരു പാർട്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ട്. ഞാൻ മുകൾ ഭാഗം ഉള്ളിൽ തുറന്ന് കാണിക്കുന്നില്ല. അടിഭാഗത്തുള്ള സെയിം സിസ്റ്റം തന്നെയാണ് മുകൾ ഭാഗത്തുള്ളത്. ഇവിടെ ചുറ്റും നിരവധി ബിൽഡിങ്ങുകളാണ് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതായത് മഞ്ചേരി ടൗണിലാട്ടോ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇതവിടെ മെയിൻ റോഡാണിത്, മെയിൻ ഹൈവേ റോഡാണിത്. അതിൻ്റെ അടുത്തായിട്ട് പെട്രോൾ പമ്പൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ മുകൾ ഭാഗം വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒന്നിച്ചൊരു വീടായിട്ടാണെങ്കിൽ അങ്ങനെ ഇവർക്ക് താമസിക്കാം. ഇനി അതല്ല, ആർക്കെങ്കിലും ഇത് വാങ്ങിച്ചിട്ട് റെൻറ്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം നല്ല വാടക പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് മഞ്ചേരി ടൗണിൽ തന്നെ. ഇനി അതല്ല, നിങ്ങൾക്ക് തന്നെ താമസിക്കണമെങ്കിൽ അതിനും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു കോലം. അപ്പോൾ ഇതിനുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഭാഗം ഇതിലേക്കുള്ള വഴി 4 അടി വഴിയുള്ളൂ. ബൈക്ക് ഈസി ആയിട്ട് പോരും, വലിയ വാഹനങ്ങൾ മുറ്റത്തേക്ക് എത്തില്ല. അപ്പോൾ ചുറ്റുഭാഗവും നിരവധി ബിൽഡിങ്ങുകൾ, കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണ്. എല്ലാം ബൗണ്ടറി ഒക്കെ കെട്ടിയിട്ട് വഴി ചെറിയൊരു പ്രശ്നമുണ്ട്. റക്കാടിക്കൽ വഴിയുണ്ട്, വഴി 4 അടിയുള്ളൂ, കുറച്ച് ഭാഗം ദൂരം മാത്രം. അപ്പോൾ അതാണ് ഇതിനൊരു പ്രശ്നം. അപ്പോൾ 4.2 സെൻറ്റ് സ്ഥലവും നിങ്ങൾ ഈ കാണുന്ന വീടിനും
ഉദ്ദേശിക്കുന്ന വില 42 ലക്ഷം രൂപയാണ്. മഞ്ചേരി ടൗണിലാട്ടോ, ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. വാങ്ങിച്ചിട്ട് വാടക കൊടുക്കുകയാണെങ്കിൽ നല്ല വാടക കിട്ടും. 42 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. ഇതാണ് ഇതിലേക്കുള്ള വഴി ഉണ്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.